മഞ്ഞക്കുറ്റികൾക്ക് ബദലായി പുതിയ അതിവേഗ പാത കൊണ്ടുവരാൻ നീക്കം. സിൽവർ ലൈന് പകരം ബ്രോഡ് ഗേജ് റൂട്ട് പദ്ധതി വി.ഡി. സതീശൻ സർക്കാരിന്റെ പരിഗണനയിൽ. UDF സർക്കാരിന് പിന്തുണയേകി മെട്രോമാൻ ശ്രീധരൻ രംഗത്ത്. തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ നീളുന്ന അതിവേഗ പാതയായ കേരയിൽ പദ്ധതി UDF സർക്കാർ ഉപേക്ഷിച്ചതോടെ ബദൽ പദ്ധതികൾക്കായി ചർച്ചകൾ ശക്തമായിരിക്കുകയാണ്. കേരയിൽ വരും കേട്ടോ എന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തെ കേരയിൽ വരില്ല കേട്ടോ എന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാക്കുകളും ചേർത്ത് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറയുകയാണ്. കേരയിലിന്റെ അടയാളമായ മഞ്ഞക്കുറ്റികൾ പിഴുതെറിഞ്ഞും റീത്ത് സമർപ്പിച്ചും അതിവേഗ പാതയുടെ ഇരകൾ പുതിയ സർക്കാരിന്റെ പ്രഖ്യാപനത്തെ ആഘോഷിക്കുകയാണ്. സിൽവർ ലൈൻ അതിവേഗ പാതയ്ക്കായി 1221 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ നീക്കം. ഇതിനുവേണ്ടി വീടിന്റെ മതിൽ തകർത്തും വീട്ടിൽ കടന്നുകയറിയും 6737 മഞ്ഞക്കുറ്റികളാണ് സ്ഥാപിച്ചത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. ഇരകളായവർ സമരരംഗത്തിറങ്ങിയപ്പോൾ അതിക്രൂര പോലീസ് മർദ്ദനങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു. അതേസമയം മാറുന്ന കാലത്തിനൊത്ത് ആധുനിക ഗതാഗത സംവിധാനങ്ങൾ കണ്ടെത്തി വികസന രാഷ്ട്രീയത്തിന് ഒപ്പം നിൽക്കുകയെന്നത് വി.ഡി. സതീശൻ സർക്കാരിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് താനും. കഴിഞ്ഞ സർക്കാർ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് യോജിക്കാത്ത പദ്ധതിയാണ് പിണറായി സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചതെന്നും അത് നടപ്പിലാക്കിയാൽ പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാകുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രതികരണം. 10 അടി ഉയരത്തിൽ 200 കിലോമീറ്റർ ദൂരത്തിൽ മതിൽ കെട്ടുന്നത് പോലെയായിരുന്നു നിർമ്മാണം വിഭാവനം ചെയ്തിരുന്നതെന്നും മഴക്കാലമായാൽ അതുവഴി ട്രെയിൻ മാത്രമല്ല ബോട്ട് കൂടി ഓടിക്കാമെന്നും വി.ഡി. സതീശൻ പരിഹസിച്ചിരുന്നു. പരിസ്ഥിതിക്ക് തടസ്സമുണ്ടാകാതെയും നാട്ടുകാർക്ക് വിഷമതകൾ ഉണ്ടാകാതെയും എങ്ങനെ അതിവേഗ പാത പ്രാവർത്തികമാക്കാമെന്നതാണ് പുതിയ സർക്കാരിന് മുന്നിലുയരുന്ന വലിയ വെല്ലുവിളി. സിൽവർ ലൈൻ പദ്ധതിക്ക് പകരമായി ബ്രോഡ് ഗേജ് അതിവേഗ റെയിൽവേ പാത പ്രാവർത്തികമാക്കാനുള്ള പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. ഈ ബ്രോഡ് ഗേജ് റൂട്ട് വഴി വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ആധുനിക ട്രെയിനുകളും ഗുഡ്സ് ട്രെയിനുകൾക്കും ഒരുപോലെ സഞ്ചരിക്കാനാകും. ഇതിന്റെ പ്രാഥമിക സാധ്യതാ പഠനം നടത്തിയതിനു ശേഷം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ സമീപിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. ഇതിനുവേണ്ടിയുള്ള വിദഗ്ധ ഉപദേശത്തിനായി മെട്രോമാൻ ശ്രീധരന്റെ ഉപദേശം തേടാനാണ് സർക്കാരിന്റെ തീരുമാനം. മെട്രോമാന്റെ BJP അനുകൂല നിലപാടുകൾ ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നും തികച്ചും പ്രൊഫഷണലായി സമീപിച്ചാൽ മതിയെന്നാണ് സർക്കാരിന്റെ തീരുമാനം. ഈ വിഷയത്തിൽ മെട്രോമാൻ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനവും തികച്ചും പ്രൊഫഷണൽ സമീപനത്തോടെയാണ്. അതിവേഗ പാത എത്രയും വേഗം നടപ്പാക്കണമെന്നും കേരളത്തിന്റെ വികസനത്തിന് ഇത് അനിവാര്യമാണ് എന്ന് തന്നെയാണ് മെട്രോമാന്റെയും സമീപനം. സിൽവർ ലൈൻ പദ്ധതിയിൽ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ പുതിയ സർക്കാരിന്റെ ബ്രോഡ് ഗേജ് പദ്ധതി പ്രകാരം മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാകും. വളവുകൾ പരമാവധി കുറച്ച് അത്യാധുനിക പാത നടപ്പാക്കാനാണ് ശ്രമം. പൂർണ്ണമായും തൂണുകളിലുള്ള ഉയരപ്പാതയാണ് നടപ്പാക്കുക. ഇതുവഴി പ്രളയ സാധ്യതയും മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളും വലിയ അളവോളം തടയാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഈ വിധത്തിൽ പദ്ധതി യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 580 കിലോമീറ്റർ ദൂരം 4.5 മണിക്കൂറിൽ പിന്നിടാൻ കഴിയും. ഓരോ 50 കിലോമീറ്ററിലും നിലവിലുള്ള റെയിൽവേ പാതയുമായി കണക്ഷൻ നൽകിക്കൊണ്ടാണ് അതിവേഗ ബ്രോഡ് ഗേജ് സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത്. അതേസമയം സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പ്രതിഷേധങ്ങൾ ശക്തമായപ്പോൾ മറ്റൊരു ബദൽ പദ്ധതിയും പിണറായി സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു. തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയും മെട്രോ റെയിലിന് തുല്യമായി സർവീസ് നടത്തുന്ന റീജിയണൽ റാപ്പിഡ് സിസ്റ്റമാണ് അന്ന് സർക്കാർ മുന്നോട്ട് വെച്ചത്. വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതമോ ജനങ്ങൾക്ക് കൂടുതൽ വിഷമതകൾ സൃഷ്ടിക്കുകയോ ചെയ്യാത്ത ആ പദ്ധതിയെയും എതിർക്കുകയാണ് അന്ന് പ്രതിപക്ഷത്തായിരുന്ന UDF ചെയ്തത്. മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ പാതയെ പുതിയ സർക്കാർ എതിർക്കുമോ എന്നതും ശ്രദ്ധേയമാണ്. പുതിയ ഹൈസ്പീഡ് ബ്രോഡ് ഗേജ് പാതയുമായി മുന്നോട്ടു പോകുമോ, അതോ മുന്നേ സർക്കാർ വിഭാവനം ചെയ്ത റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന് പ്രാധാന്യം നൽകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പുതിയ അതിവേഗ പാതയോടുള്ള സമീപനം സതീശൻ സർക്കാരിന് മുന്നിലെ വലിയ വെല്ലുവിളിയാണ്. ആധുനിക പാതകളില്ലെങ്കിൽ വികസന വിരുദ്ധർ എന്ന് മുദ്രകുത്തപ്പെടും. മഞ്ഞക്കുറ്റി ദൂരെ എറിഞ്ഞതിനാൽ കയ്യടി നൽകിയ ഇരകളെയും ഒപ്പം ചേർത്ത് നിർത്താതെ മറ്റൊരു വഴിയില്ല. BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗത്ത് വരികയും പാലക്കാട്ട് മുഖ്യമന്ത്രിക്കായി സ്വന്തം ചെലവിൽ ഓഫീസ് തുറക്കുകയും ചെയ്ത സാക്ഷാൽ മെട്രോമാൻ തന്നെ ഇപ്പോൾ UDF സർക്കാരിന് പിന്തുണയുമായി രംഗത്തെത്തുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്.
മഞ്ഞക്കുറ്റികൾ പിഴുതെറിഞ്ഞ് ഒരു വിഭാഗത്തിന്റെ പിന്തുണ നേടിയ വി.ഡി. സതീശൻ സർക്കാർ അതിവേഗ പാത എന്ന സങ്കല്പം അവസാനിപ്പിക്കുമോ, അതോ മറ്റൊരു പേരിൽ അത് അവതരിപ്പിക്കുമോ? ഏവരും ആകാംക്ഷാപൂർവ്വമാണിതിനെ ഉറ്റുനോക്കുന്നത്.